രാവിലെ പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാനൊഴികെ ബാക്കി എല്ലാവരെ കൊണ്ടും പുട്ട് കഴിപ്പിച്ചിട്ടുണ്ടേ. എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരിക്കോളം ചെറുപയർ കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കൊന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും വേറെ കറിയൊന്നും വെക്കാനുള്ള സമയമില്ല. അപ്പോൾ 2-3 മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് സവോളയൊക്കെ വറുത്തൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയേ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, സവോളയും പച്ചമുളകല്ല കറിവേപ്പില ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് സവാള നന്നായിട്ട് വഴണ്ട് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും തീ ഓഫാക്കിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ തട്ടിയിട്ടെടുക്കുമ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടക്കറി റെഡി. അങ്ങനത്തെ ഒരു പ്ലേറ്റിനകത്തോട്ടൊരു പണത്തോളം ചോറും ഇത്തിരി ചെറുപയറും മുട്ടക്കറിയും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടാ. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോണത്. അപ്പോൾ ഇത്തിരി ശക്തി ഇരിക്കട്ടെ എന്ന് കരുതി ചോറ് തന്നെ കഴിച്ച്. എന്നിട്ട് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുർത്തയില്ലേ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടെ. ഈ ഇടക്കിടക്ക് തുണിമൊക്കെ കാണിക്കണതേ ഈ പാൻറ്റ് അതിന് മാച്ച് ആയതാണോ എന്ന് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു ചുരിദാറിൻ്റെതാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് പൗഡറും കുറച്ച് ക്രീമും കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരി പൊത്തി ഒരു പൊട്ടും തൊട്ടതേ ഞാൻ പോണേണ്ട. ഞാൻ പോയിട്ട് വരെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. പത്രമുള്ള കേട്ടോ.